उर्दू USS क्लास में सभी को मेरा पर खुलूस आदाब. എല്ലാ മക്കളും USS പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡി അല്ലേ മക്കളെ? യെസ് അച്ഛാ ബച്ചോ ദേക്കിയേ, കേരളത്തെ കുറിച്ച് നമുക്ക് ഉറുദുവിൽ വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. റെഡിയാനാ? അച്ഛാ ദേക്കിയേ, കേരള കാ റിയാസത്തി സബാൻ കോൺ സി ഹേ? റിയാസത്തി സബാൻ അല്ലെ, കേരളത്തിന്റെ റിയാസത്തി സബാൻ അല്ലെ, എന്താണ് സംസ്ഥാന ഭാഷ, നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക ഭാഷ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? തമിഴ്, ഉറുദു, മലയാളം, ഹിന്ദി. ഏതാണ് മക്കളെ? റിയാസത്തി സബാൻ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മക്കൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മലയാളം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയൂലേ? വളരെ എളുപ്പമല്ലേ? അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? കേരളക്കാർ റിയാസത്തി സബാൻ കോൺ സി ഹേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, മറുപടി പറയാം. ഇനി തമിഴ്നാടുക്കാർ റിയാസത്തി സബാൻ കോൺ സി ഹേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, തമിഴ് എന്ന് എന്ത് ചെയ്യാം, ചോദിക്കാൻ കഴിയും. പക്ഷെ അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതാ? കേരളക്കാർ റിയാസത്തി സബാൻ കോൺ സി ഹേ എന്ന് ചോദിച്ചാൽ മലയാളം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് എന്റെ എല്ലാ മക്കൾക്കും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ. അഗലാ സവാൽ ദേക്കിയേ. യെസ്, മലയാളം എന്ന് ചെയ്തിട്ടുണ്ട്, മാഷ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, കേരള കാ റിയാസത്തി ജാൻവർ കോൺ സാ ഹേ? ഓപ്ഷൻ നമുക്ക് നോക്കാം. ഹാത്തി, ഷേർ, ലോമഡി ഓർ ബക്കരി. ഏതാണ് സഹി ജവാബ്? ഏതാ? കേരള കാ റിയാസത്തി ജാൻവർ. ഹാ, ഏതാണ്? തസ്വീർ ദേക്കിയേ. ഹാത്തി അല്ലേ, ആന എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താം. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? അപ്പൊ റിയാസത്തി ജാൻവർ അതൊക്കെ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ചോദ്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതെന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ചോദ്യം മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഓപ്ഷൻ വായിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം. ठीक है ना? अगला सवाल देखिए, केरला का सबसे बड़ा जिला कौन सा है? केरला का सबसे ले, केरला का सबसे बड़ा വലിയ ले, വലിയ കേരളത്തിന്റെ വലിയ ജില്ല ഏതാന്നാ ചോദിച്ചത്. കേരള കാ സബ്സെ ബഡാ ജില്ല. ജില്ല എന്ന് പറഞ്ഞാൽ ജില്ല അല്ലേ, ജില്ല കോൺ സാ ഹേ ഏതാകുന്നു? ഓപ്ഷൻ നമുക്ക് വായിച്ചു നോക്കാം. കാസർഗോഡ്, കാലിക്കറ്റ്, കോട്ടയം, പാലക്കാട്. ഇതിലേതായിരിക്കും? ഈ 4 ഓപ്ഷൻ തന്നതിൽ ഏറ്റവും വലിയ ജില്ല ഏതാണ്? യെസ്, ബഹുത്തച്ച പാലക്കാടാണ് അല്ലെ. പാലക്കാട് എന്ന് നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പക്ഷേ ഒരു ജില്ല വന്നേക്കാം. ആ ജില്ല ഏതാണ് മക്കളെ? യെസ്, ഇടുക്കി അല്ലെ. കേരളത്തിന്റെ ഏറ്റവും വലിയ ജില്ല എന്ന സ്ഥാനം ഇടുക്കി എന്ത് ചെയ്തു, തിരിച്ചു പിടിച്ചു. എന്ന് മുതൽ 19/9/2023. അപ്പം പാലക്കാട് എന്തായിട്ടുണ്ട്, 2ാം സ്ഥാനമായിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇതുവരെ USS പരീക്ഷയ്ക്ക് വന്നത് എന്തായിരുന്നു, ഇത്തരത്തിലൊരു ഓപ്ഷൻ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നിങ്ങളോട് കേരളത്തിന്റെ വലിയ ജില്ല ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിലേതും പാടെ ഉണ്ടായിരിക്കും. യെസ്, കോട്ടയം എന്ന് പറയുന്ന ഒരു ജില്ല എന്തായിരിക്കും, ഉണ്ടായിരിക്കും. അപ്പൊ നിലവിൽ ഈ ചോദ്യം ആയിരിക്കില്ല എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാ വരുന്നത്. അപ്പൊ ഇനി കേരള കാ സബ്സെ ബഡാ ജില്ല കോൺ സാ ഹേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ എളുപ്പത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇടുക്കിയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഇനി ഓപ്ഷനിൽ എന്തുണ്ടാവില്ല, പാലക്കാടും ഇടുക്കിയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇടുക്കി ഐഡന്റിഫൈ ചെയ്ത് അതായിരിക്കും ശരി ഉത്തരം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അപ്ഡേറ്റ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, എന്റെ മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. റെഡി? അഗലാ സവാൽ ദേക്കിയേ. ഇനി സ്മാളസ്റ്റ് ചോദിക്കുകയാണെങ്കിലോ, സ്മാളസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കേരള ഏതാണ് മക്കളെ? അല്ലെ, കേരള കാ സബ്സെ ചോട്ടാ ജില്ല കോൺ സാ ഹേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ആലപ്പുഴ എന്ന് എന്ത് ചെയ്യാൻ കഴിയണം, ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ? അഗലാ ദേക്കിയേ, അഗലാ സവാൽ ദേക്കിയേ. കേരള കാ റിയാസത്തി ഫൽ കോ ഡാഷ് ഹേ? ഏതാണ്? നാരിയലാണോ, കഡ്ഹലാണോ, സേബാണോ, ആം ആണോ? ഏതാണ് മക്കളെ? യെസ്, തസ്വീർ ദേക്കിയേ. അച്ഛാ, ബഹുത്ത് അച്ഛാ. എന്താണ്? കഡ്ഹൽ അല്ലേ. യെസ്, ജാക്ക് ഫ്രൂട്ട് ആണ് അല്ലെ, ചക്കയാണെന്ത് നമ്മുടെ റിയാസത്തി ഫൽ. റെഡിയാണോ? ഓക്കെ ആണോ? ഇനി കൗമി ഫൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാം, ആം എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ക്ലിയർ? അഗലാ സവാൽ ദേക്കിയേ. യെസ്, മാഷ് ഇവിടെ പറഞ്ഞു കൗമി ഫൽ, അതാണ് നാഷണൽ ഫ്രൂട്ട് ഓഫ് ഇന്ത്യ. ഏതാണ്? മാംഗോ. കൗമി ഫൽ. क्लियर है ना? अगला सवाल देखिए, केरला का राजधानी कहाँ है? राजधानी തലസ്ഥാനം അല്ലെ, തലസ്ഥാനം
തലസ്ഥാനം അല്ലെ. കേരള കാ രാജധാനി കഹാം ഹേ. കഹാം എന്ന് പറഞ്ഞാൽ എവിടെ. അപ്പൊ കേരളത്തിന്റെ തലസ്ഥാനം എവിടെയാണ്? എവിടെയാണ് മക്കളെ? കാസർഗോഡാണോ, കോഴിക്കോടാണോ, തിരുവനന്തപുരമാണോ, മലപ്പുറമാണോ? തസ്വീർ ദേക്കിയെ. ക്യാപിറ്റൽ ഓഫ് കേരള തിരുവനന്തപുരം. ക്ലിയർ അല്ല? അപ്പൊ ഓപ്ഷനിൽ നമുക്ക് ഏതാ വന്നിട്ടുള്ളത്? ഓപ്ഷൻ സി തിരുവനന്തപുരം എന്ന് നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. ക്ലിയർ? अगला देखिए, अगला सवाल देखिए. കേരള കാ അല്ലെ, കേരള കാ റിയാസത്തി ഫൂൽ. റിയാസത്തി ഫൽ നമ്മൾ പഠിച്ചു അല്ലെ. റിയാസത്തി ഫൽ എന്താ? കഠലാണ്. അപ്പൊ റിയാസത്തി ഫൂൽ എന്താണ് മക്കളെ? സൂരജ്മുഖിയാണോ, ഗുലാബാണോ, അമൽതാസ് ആണോ, കവലാണോ? ഏതാണ്? സൂരജ്മുഖി സൂര്യകാന്തി അല്ലെ, ഗുലാബ് പനിനീർ പൂവ് അല്ലെങ്കിൽ റോസ് പൂവ് എന്നൊക്കെ പറയാം, അമൽതാസ് കണിക്കൊന്ന, ഓർ കവൽ താമര. ഏതാണ് സഹി ജവാബ്? ഏതാ? യെസ്, തസ്വീർ ദേക്കിയേ. ഹാ, അമൽതാസ് അല്ലെ, കണിക്കൊന്നയാണ് നമ്മുടെ എന്ത്? റിയാസത്തി ഫൂൽ. സഹിയനാ? അഗലാ സവാൽ ദേക്കിയേ. കേരള കാ കൗമി തെഹ്വാർ ഡാഷ്. കേരള കാ കൗമി തെഹ്വാർ ഹേ. ദേശീയ ഡാഷ്. കേരളത്തിന്റെ ദേശീയ ഉത്സവമാകുന്നു യാതൊരു സംശയമില്ലാതെ ഓണം അല്ലെ. ഓണം കേരള കാ കൗമി തെഹ്വാർ ഹേ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അച്ഛാ ബച്ചോ, അഗലാ സവാൽ ദേക്കിയേ. യെസ്, ചിത്രം നോക്കൂ അല്ലെ. ഓണവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചിത്രങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓണത്തിന് നമ്മൾ എന്ത് ചെയ്യും? സ്കൂളിൽ വിവിധ പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കും. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ എന്ത് ചെയ്യും? ഓണസദ്യ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? കഴിക്കും. ഓക്കെ, ക്ലിയർ അല്ലെ? നിങ്ങളുടെ സ്കൂളിലൊക്കെ പൂക്കളം ഒക്കെ തയ്യാറാക്കിയില്ലേ? റെഡി അല്ലേ? അഗലാ സവാൽ ദേക്കിയേ. ഖുദാ കി അപ്നി ബസ്തി के नाम से मशहूर रियासत कौन सी है? എന്താണ്? ദൈവത്തിന്റെ സ്വന്തം നാട്. ദൈവത്തിന്റെ സ്വന്തം നാട് അല്ലെ. ദൈവത്തിന്റെ സ്വന്തം അല്ലെ. ദൈവത്തിന്റെ സ്വന്തം നാട് അല്ലെ. അതാണ് ഖുദാ കി അപ്നി ബസ്തി, ദൈവത്തിന്റെ സ്വന്തം നാട്. കെ നാം എന്ന പേരിൽ മഷ്ഹൂർ റിയാസത്ത് കോൻ സാ ഹേ എന്ന പേരിൽ. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായത് അല്ലെ. പ്രസിദ്ധമായത്. റിയാസത്ത് കോൻ ഹേ ഏത് സംസ്ഥാനമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻ എ തമിഴ്നാടാണോ, കാശ്മീർ ആണോ, പഞ്ചാബ് ആണോ, കേരളയാണോ? നോ ഡൗട്ട് കേരള അല്ലെ. എന്താണ്? കേരളം ആണ് റിയാസത്തി ഖുദാ കി അപ്നി ബസ്തി എന്ന് പറയാൻ കാരണം നോക്കൂ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളം. വളരെ അടിപൊളിയായിട്ട് നമുക്ക് വളരെ സംതൃപ്തിയോട് കൂടി ജീവിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. ക്ലിയർ അല്ലേ? യെസ്, റെഡി അല്ലേ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള ചോദ്യം കൂടി നമുക്ക് ഇന്ന് നോക്കാം. ഇൻമേ സേ ഏക് അദീബ് കോ ജ്ഞാൻപീഠ അവാർഡ് ന മിലാ वो कौन है? എന്താണ് മക്കളെ? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനപീഠ പുരസ്കാരം കരസ്ഥമാക്കാത്ത, നമില എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കാത്തത് താഴെ പറയുന്നവയിൽ ആരാണ്? ഫിറാഖ്, ഷഹറിയാർ, അലി സർദാർ ജാഫരി, ഗാലിബ് അല്ലെ. ഇതിൽ നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ നോക്കാം. ഫിറാഖിന് എന്ത് ചെയ്തിട്ടുണ്ട്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഷഹറിയാറിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അലി സർദാർ ജാഫരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഗാലിബിന് എന്ത് ചെയ്തിട്ടില്ല? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അപ്പൊ 4 ആൾക്കാർക്ക് ആദ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു, ഫിറാഖ്, ഷഹറിയാർ, അലി സർദാർ ജാഫരി. ഇനി ഗാലിബിന്റെ പകരം ഇവിടെ ആരായിരുന്നു വരേണ്ടത്? ഖുറത്തുൽ ഐൻ ഹൈദറാണ്. അപ്പൊ 4 പേരായി. പക്ഷേ നമുക്ക് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഉറുദുവിലുള്ള ഗുൽസാർ എന്ന് പറയുന്ന സാഹിത്യകാരനും കൂടി എന്ത് ചെയ്തു? ഗുൽസാർ എന്ന് പറയുന്ന ഒരു കവിക്ക് കൂടി നമുക്ക് എന്ത് ചെയ്തു? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു അല്ലെ. അത് നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ വരാൻ സാധ്യതയില്ല. കാരണം 17/2/24 എന്ത് ചെയ്തത്? അവർക്ക് ആ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ഇൻകേസ് ഇനി ചോദിക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നിട്ട് ഗുൽസാർ എന്ന്, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഫിറാഖ്, ഷഹറിയാർ, അലി സർദാർ ജാഫരി, ഖുറത്തുൽ ഐൻ ഹൈദർ, അപ്പൊ ഗുൽസാർ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഈ ഓപ്ഷനിൽ 4 ആളുകൾ തന്നിട്ട് അതിൽ ഗുൽസാറിനെ ഉൾപ്പെടുത്തിയിട്ട് ബാക്കി 3 ആളുകള് ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെടാത്തത് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആരും കൂടി വരണം? ഗുൽസാറിനും കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക.
ഓക്കെ ആണോ? അപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് 5 പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ഉറുദുവിന്റെ ഭാഗത്തു നിന്ന് കിട്ടി. ആരൊക്കെയാണ്? ഫിറാഖ് ഉണ്ട്, അതേപോലെ ഷെഹറിയാർ ഉണ്ട്, അതേപോലെ അലി സർദാർ ജാഫർ ഉണ്ട്, കുറത്തുലൈൻ ഹൈദർ ഉണ്ട്. 4-5 ദിവസം മുമ്പ് കിട്ടിയ ആരും കൂടി ഉണ്ട്, ഗുൽസാറും കൂടി നമുക്ക് എന്തുണ്ട്, ജ്ഞാനപീഠ പുരസ്കാരം കരസ്ഥമാക്കിയവരുടെ ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ USS പരീക്ഷ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് എഴുതുമല്ലോ. റെഡി അല്ലേ മക്കളെ? എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മക്കളെ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.